ഇന്ന് നമുക്ക് അമൃതം പൊടി കൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കാം. 1 കപ്പ് അമൃതം പൊടി, 1/4 കപ്പ് പഞ്ചസാര, 2 കോഴിമുട്ട, 1/2 കപ്പ് പാല്, 2-3 ഏലക്ക, മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്. ഒരു ബൗളെടുത്ത് അതിലേക്ക് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പാൽപ്പൊടി കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ പശുവും പാലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. രുചിക്ക് വേണ്ടിയിട്ട് 2-3 ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് നല്ലതുപോലെ 2 മിനിറ്റ് അടിച്ചെടുക്കാം. ഒരു പാനിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് ഇളക്കി വെക്കാം. പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോൾ അത് നന്നായി ഇളക്കി കാരമലൈസ് ചെയ്തെടുക്കാം. ഈ ഒരു കളർ വരുമ്പം അടുപ്പ് ഓഫാക്കാം. ഇതുപോലെ കുഴിവുള്ള ഒരു സ്റ്റീൽ പാത്രം എടുക്കാം. നേരത്തെ ഉരുക്കി വെച്ചിരുന്ന പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അപ്പച്ചെമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പാത്രം ഇറക്കി അടച്ചു വയ്ക്കാം. ഈ അപ്പച്ചെമ്പ് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ ആവിക്ക് വെക്കാം. 15 മിനിറ്റ് തീ കൂട്ടി വെച്ചും 15 മിനിറ്റ് തീ കുറച്ച് വെച്ചും വേണം ഇത് വേവിച്ചെടുക്കാൻ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം. ഇത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ച് ഇളകി വരാൻ വേണ്ടി നമുക്ക് തട്ടി കൊടുക്കാം. നമ്മുടെ പുഡിങ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.